നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ TVM ബ്ലോഗ്സ്. ഇന്ന് ഞാനൊരു ബ്രൂ കോഫി പൗഡർ കൊണ്ട് ഒരു അടിപൊളി കോൾഡ് കോഫിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടകളിൽ ഇപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കി നമുക്ക് കുടിക്കുന്ന സാധനമാണിത്. നമുക്കിത് നിസ്സാര പൈസയ്ക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ജഗ് എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇത് ഐസ് ക്യൂബാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനമാണ് ഗൈസ്. ഇത് വെള്ളമൊക്കെ ഇതിൻ്റെ മേളിൽ കൂടി ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് മുഖത്തിട്ടൊക്കെ ഉരയ്ക്കാം, എന്തുവേണം ചെയ്യാം. അപ്പോൾ ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് കോഫി പൗഡർ തന്നെയാണ്. ഒരു 3 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 1 കവർ പാലാണ്. അപ്പോൾ 1 കവർ പാലെടുത്തിട്ടുണ്ട്, നല്ല തണുത്ത പാലെടുത്തിട്ടുണ്ട്. പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ബ്രൂവിൻ്റെ കോഫി പൗഡർ പൊട്ടിച്ചിടുകയാണ്. അപ്പോൾ ഒരു 3 പാക്കറ്റും പൊട്ടിച്ചിടുകയാണ് ഗൈസ്. നമുക്കിനി അടുത്തതായിട്ട് ഒരു 4 സ്പൂണ് പഞ്ചസാര ഇടാം. 1 2 3. അപ്പോൾ നമ്മൾ 5 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഗൈസ്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്തിട്ടോ. ഇത് ഐസ് ക്യൂബാണ് ഗൈസ്. ഇട്. ഇവയെല്ലാം ഞെക്കി പൊട്ടിക്കും തോന്നുന്നു. ഇവയെല്ലാം തൊലച്ച് ഗൈസ്, ഇവയെല്ലാം തൊലച്ച് ഇവിടെ മൊത്തം അത് മാറ്റി വെച്ചോ. അപ്പോൾ അതില്ലാതായ സ്ഥിതിക്ക് നമുക്ക് ഇനി ഈ ഐസ് ക്യൂബ് തന്നെ എടുക്കണം. അപ്പോൾ ഐസ് ക്യൂബ് ഇടുകയാണ് ഗൈസ്. ഒരു 5-6 പീസ് ഐസ് ക്യൂബ് നമുക്കിടാം. അപ്പോൾ ഐസ് ക്യൂബ് കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു 3-4 മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്തെടുത്താൽ ഇതിൻ്റെ കളറൊക്കെ മാറി വരും. ഇനി നമുക്കിതിനെ അടച്ച് വെക്കാം ഗൈസ്. ഇതിനെ നമുക്കിനി അടച്ച് വെക്കാം. അപ്പോൾ ഈ കുലുക്കി സർബത്തൊക്കെ കുലുക്കൂലേ, അതുപോലെ കുലുക്കണം. അതിൻ്റെ അപ്പുറം കുലുക്കണം. അതുപോലെ പൊക്കി എറിയല്ലേ തറയിലിട്ടിട്ട്. അങ്ങനെ സച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സച്ചു കുറേ നേരമായിട്ടിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ കോഫി പൗഡറിൻ്റെ കളർ വന്നിട്ട് ഒരു ഏകദേശം കറുപ്പ് കളറാണ്. പക്ഷെ ഇപ്പം തന്നെ കണ്ട നല്ല ലൈറ്റ് കളറായിട്ടുണ്ട്. നമ്മൾ ഇതിലിപ്പോൾ പാലൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് പഞ്ചസാരയും ഐസ് ക്യൂബും ഈ കോഫി പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മളിതിൽ പാലും കൂടി ചേർത്ത് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും, നല്ല കുടിക്കാൻ നല്ല അടിപൊളി സാധനമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. ആ ഗൈസ്, നമ്മൾ കുലുക്കും തോറും കൂടി വരെയാണ്. നീയല്ലേ പറയും നിനക്ക് കോൾഡ് കോഫി കുടിക്കണമെന്ന്. അപ്പോൾ കുലുക്ക്. ഫൈനലി നമ്മുടെ കോഫി പൗഡർ കുലുക്കി ഈ കളറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു പരുവം നോക്കി നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് ആഡ് ചെയ്യാം. അങ്ങനെ ഇവ 1 ഇട്ടു, 2 ഇട്ടു, 3ാമത്തത് ഇട്ടില്ല, വരുന്നില്ല, തെറിച്ചു പോയി. ഞാൻ കാണിച്ച അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഇത് കൊടുത്ത്, ഇതാണ് ഞാൻ കാണിച്ച അബദ്ധം. ഇനി നമുക്ക് ഇതിലോട്ട് കവർ പാല് പൊട്ടിച്ച് വയ്ക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കോൾഡ് കോഫി ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കോഫി പൗഡർ കൂടി ഞാൻ എൻ്റെ മേലിലോട്ട് ആഡ് ചെയ്യാണ്. അത് വേണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് തോന്നുന്നു. കുറച്ചുകൂടി കളർ കിട്ടി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. വളരെ പൈസ കുറവാണ്. ഒരു 10 രൂപയുടെ അകത്തേ എനിക്ക് ചിലവായിട്ടുള്ളൂ. ബ്രൂവിൻ്റെ കോഫി പൗഡർ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ പഞ്ചസാരയും കുറച്ച് ഐസ് കട്ടയും 1 കവർ പാല്, ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി കോൾഡ് കോഫി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം ഇതെങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും ഞാൻ കുടിച്ചപ്പോൾ അടിപൊളി സാധനമാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ.